സാങ്കേതിക സർവകലാശാല മുൻ വി.സി. സിസ തോമസിനെതിരായ സർക്കാർ ഹർജി സുപ്രീം കോടതി തള്ളി. ഗവർണർ സർക്കാർ തർക്കത്തിൽ ജീവനക്കാരെ ബലിയാടാക്കരുത് എന്ന് സുപ്രീം കോടതി പരാമർശം നടത്തി. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതാകാണെന്നും സുപ്രീം കോടതിക്ക് ഇടപെടാൻ ആകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹർജി തള്ളിയത്. സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നും സിസ തോമസ് പറഞ്ഞു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന് വിശദാംശങ്ങൾ. അച്യുതൻ, സർക്കാർ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഹർജി തള്ളിയിരിക്കുന്നു. സർക്കാരിന്റെ വിവരങ്ങൾ. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഒപ്പം വിമർശനവും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഡോക്ടർ എം എസ് രാജശ്രീയെ അയോഗ്യയാക്കിക്കൊണ്ടാണ് ഗവർണർ സിസ തോമസിനെ വി.സി. ആയി അവിടെ ചുമതല ഏൽപ്പിക്കുന്നത്. അതിനുശേഷം ഇവർ വിരമിച്ചെങ്കിലും ഈ പല അച്ചടക്ക നടപടിയൊക്കെ ചൂണ്ടിക്കാട്ടിയും വിരമിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളടക്കം സിസ തോമസിന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ സിസ തോമസ് വിവരാവകാശം തേടുമ്പോഴായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന വിവരം അറിയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ എ.ജിക്ക് സുപ്രീം കോടതിയിൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരായി സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ചാണ് സിസ തോമസിന് എതിരെയുള്ള ഈ അച്ചടക്ക നടപടികൾ റദ്ദാക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അങ്ങനെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ സമീപിക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ തടസ്സ ഹർജിയിൽ സിസ തോമസ് ഫയൽ ചെയ്തിരുന്നു. ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇത് ഹൈക്കോടതി ഇടപെട്ട വിഷയമാണ്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അവരെ ബലിയാടാക്കുന്ന അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി സ്വീകരിക്കരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്തായാലും ഹൈക്കോടതി ഇടപെട്ട വിഷയമാണെന്നും സുപ്രീം കോടതിക്ക് ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഈ ഹർജി തള്ളിയത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.